ിലേക്ക് പോവുകയാണ്. മുഹമ്മദ് ഷമാസ് പ്രതികരണവുമായി ടെലിഫോൺ ലൈനിലൂടെ. മുഹമ്മദ് ഷമാസ്, ഇപ്പോൾ KSU പ്രവർത്തകരുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുകയാണ്. വധശ്രമത്തിനുള്ള കേസ്, അത് ജാമ്യാപേക്ഷ തള്ളുമ്പോൾ അതൊരു വധശ്രമമായി തന്നെ കോടതി കാണുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്താണ് അങ്ങയുടെ ആദ്യ പ്രതികരണം? അല്ല, ഇക്കാര്യത്തിൽ മന്ത്രിയുടെ ഗവൺമെന്റ് ഉൾപ്പെടെയുള്ള മൊഴി അതിന് ആസൂത്രിതമായ രീതിയിൽ തന്നെയാണ് പോലീസ് എടുത്തിട്ടുള്ളത്. FIR ഇട്ടും ആ രീതിയിലാണ്. പഴയ IPCയിലെ 307 വകുപ്പ് അനുസരിച്ച് വധശ്രമത്തിന് കേസ് നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിനെ സംബന്ധിച്ച് അങ്ങനെ ബെയിൽ നൽകാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല. അതിന് ഈ പറഞ്ഞ ഇവർ വളരെ റിമാൻഡ് റിപ്പോർട്ടിലും ഈ പറഞ്ഞ കസ്റ്റഡി ആപ്ലിക്കേഷനിലും ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ വളരെ വിചിത്രമാണ്. പ്രതികൾക്കെതിരെ ഈ പറഞ്ഞ KSU ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ വൻ ഗൂഢാലോചന നടത്തി. അവർ ആയുധം കയ്യിലുണ്ടായിരുന്നു, ആ ആയുധം കണ്ടെത്തണം, അവരെ ഈ പറഞ്ഞതുപോലെ കസ്റ്റഡിയിൽ വേണം, മന്ത്രി ഉൾപ്പെടെയുള്ള ഇരകൾ സാക്ഷികൾക്ക് ഇവരെ തിരിച്ചറിയണം എന്നുൾപ്പെടെയുള്ള വാദങ്ങൾ ഉയർത്തുമ്പോൾ സ്വാഭാവികമായും കോടതിയുടെ ഭാഗത്തുനിന്ന് അത്തരമൊരു നടപടി തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. ഇത് വളരെ വെൽ പ്ലാൻഡ് ആയി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വളരെ കൃത്യമായി ഇതിൽ ഇടപെട്ട് ഭരണ നേതൃത്വത്തിന്റെ CPI നേതാക്കളുടെ എല്ലാം കൃത്യമായ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ ഫ്രെയിം ചെയ്തിട്ടുള്ള ഒരു കേസാണ്. ആ കേസിന്റെ വിചാരണകൾ, ഈ നടപടികൾ, ജാമ്യാപേക്ഷ ഉൾപ്പെടെയുള്ള ഘട്ടങ്ങൾ പരിഗണിക്കുമ്പോൾ കോടതിയും സ്വാഭാവികമായി ഇത്തരം ഘടകങ്ങളൊക്കെ പരിശോധിച്ചിട്ടാണ് വിധി പറയുന്നത് മനസ്സിലാക്കും. തീർച്ചയായും ഞങ്ങൾ അപ്പീൽ പോകും. ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ മേൽക്കോടതി ഉൾപ്പെടെ സമീപിച്ച് യഥാർത്ഥ വസ്തുതകൾ കോടതി ഉൾപ്പെടെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള തുടർ നടപടികൾ സ്വീകരിക്കും. ഒരു തരത്തിലും ഈ ഗൂഢാലോചന, ഈ പറഞ്ഞ മന്ത്രിയുടെ പരിക്ക് എന്ന ഗൂഢാലോചന, അത് അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. കോടതിയിൽ ഉൾപ്പെടെ പോലീസ് നിരത്തിയ വാദങ്ങളിൽ പോലും പലതരത്തിലുള്ള വൈരുദ്ധ്യങ്ങളുണ്ട്. അതുൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ഈ ജാമ്യാപേക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മേൽക്കോടതികളെ സമീപിക്കുന്നതിനുള്ള തീരുമാനം തന്നെയാണ് നിലവിലെടുത്തിട്ടുള്ളത്. അതനുസരിച്ച് ഉള്ള ജില്ലാ കോടതിയിൽ ഉൾപ്പെടെ ആവശ്യമായ ഘട്ടത്തിൽ ഹൈക്കോടതി ഉൾപ്പെടെ സമീപിക്കുന്ന ഘട്ടം വരുമ്പോൾ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. പ്രതികളെ എല്ലാ തരത്തിലും KSU ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളെ വേട്ടയാടുന്ന ഒരു സമീപനമാണ് ഈ വിഷയത്തിന്റെ മേൽ പോലീസും സർക്കാരും സ്വീകരിക്കുന്നത്. കാരണം പ്രതികളെ നാളെ കഴിഞ്ഞ് 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. അക്കാര്യത്തിൽ പ്രതികളായിട്ടുള്ള ആളുകളെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നു. ആ രീതിയിൽ ഏത് വിധേനയും ഈ KSU നേതാക്കളെ അങ്ങ് ഇല്ലാതാക്കി കളയാമെന്നൊരു ധാരണയിലാണ് മുന്നോട്ട് പോകുന്നത്. അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. കൃത്യമായ സംരക്ഷണം, അത് നിയമപരമായ പോരാട്ടത്തിനോടൊപ്പം രാഷ്ട്രീയമായ സംരക്ഷണം ഉൾപ്പെടെ ഈ KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മുഴുവൻ സഹപ്രവർത്തകർക്കും പാർട്ടിയും സംഘടനയും ഉറപ്പുവരുത്തും. ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു പ്രവണത തന്നെയാണ് ഇപ്പോൾ നിലനിന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കോടതിയിൽ പോലും പോലീസ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പോലീസ് വ്യത്യസ്തമായ രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഒരു വശത്ത് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ നേരത്തെ ലഭ്യമായി, അതിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് എന്ന് പറയുമ്പോൾ കോടതിയിൽ CCTV ദൃശ്യം ആവശ്യപ്പെടുന്ന സമയത്ത് പറയുന്നത് ആ ദൃശ്യങ്ങൾ ശേഖരിച്ചു വരുന്നു എന്നുള്ളതാണ്. ഈ വിഷയങ്ങൾ ഉൾപ്പെടെ മേൽക്കോടതിയെ കൃത്യമായി ബോധ്യപ്പെടുത്തി എത്രയും പെട്ടെന്ന് ജാമ്യം ലഭിക്കുന്നതിൽ ഉൾപ്പെടെയുള്ള നടപടിയിലേക്കാണ്. ശരി, മറ്റന്നാൾ കസ്റ്റഡി അപേക്ഷ കൂടി കോടതി പരിഗണിക്കുന്നതിന്റെ പേരുണ്ട്. ഇപ്പോൾ